ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വ്രതവും പൂജയൊക്കെ അവള് പൂർത്തിയാക്കട്ടെ. അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിയുമ്പോ ഞാൻ നവീന്റെ ഭാര്യയായ മതിയല്ലോ. അവിടെ ചെന്ന് നിന്നാ മതിയല്ലോ. ഞാൻ അടുത്തില്ലാന്ന് കരുതിയിട്ട് എന്ത് കുട്ടികളി ആവാന്നാ? അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്റെ അസുഖമെല്ലാം മാറിയല്ലോ എന്ന് എന്നോടൊന്നും പറയണ്ട. ഓപ്പറേഷന്റെ ക്ഷീണമൊക്കെ ഉണ്ട്, അത് മാറണം. പഴയതുപോലെ അമ്മ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നടക്കണം. ഉവ്വ് ഉവ്വ്, ഇനിയിപ്പൊ ഈ പ്രായത്തില് തുള്ളിച്ചാടേണ്ട കുഴപ്പമേ ഉള്ളൂ. അല്ല, നീ എപ്പോഴാ പോകുന്നേ? മോൻ വണ്ടി വിടുവോ? ഇന്ന് പോകുന്നില്ലേ നീ? ഞാൻ നവീനോട് അനുവാദം വാങ്ങിയിട്ടാ പോന്നെ. നവീന് ഇന്നെന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞ. വിദേശത്തുനിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് നിന്നോട്ടെ എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാ, ജീവിതത്തിന്റെ തുടക്കവുമാ. ഭർത്താവുമായിട്ട് അങ്ങനെ അകന്നു നിൽക്കാനൊന്നും പാടില്ല. പാതിര വരെ മീറ്റിംഗ് ഉണ്ടായിക്കോട്ടെ, അത് കഴിഞ്ഞു വരുമ്പോഴും കാത്തിരിക്കണം. അത് നമ്മൾ പെണ്ണുങ്ങളുടെ ചുമതലയാ. ഓടി അലഞ്ഞ് അവര് ക്ഷീണിച്ചു വരുമ്പോ ചിരിച്ച മുഖത്തോടെ നമ്മൾ ഉമ്മറവാതിൽ തുറക്കാനുണ്ടാവണം. അതൊരു ഐശ്വര്യ. വീടിനകത്ത് നിൽക്കുന്ന ആൾക്കും അതെ, പുറത്തു പോയി വരുന്ന ആൾക്കും അതെ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ അമ്മ ഇത് മുഴുവനും കഴിക്ക. അവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെ? ഒക്കെ പിടിക്കുന്നുണ്ടോ നിനക്ക്? അടുക്കളയിൽ കേറിയോ? ഇല്ല, നവീന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല. അങ്ങനെയാ സ്നേഹമുള്ളവര് എന്ന് കരുതി പൂർണ്ണമായിട്ട് മാറി നിൽക്കാനൊന്നും പാടില്ല. എന്റെ മോൾക്ക് നന്നായിട്ട് പാചകം അറിയാലോ. വെച്ച് വിളമ്പി കൊടുക്കണം എല്ലാവർക്കും. ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചാല് അവരുടെ വയറ് മാത്രമല്ല, മനസ്സും കൂടി നിറയും. പെണ്ണിനതൊരു അലങ്കാരമാ, പ്രത്യേകിച്ച് കളരിക്കൽ പോലൊരു തറവാട്ടില്. മോളത് കഴിക്ക്. ഇനി എപ്പോഴാ വരിക? എപ്പോഴാ എന്റെ അടുത്തുണ്ടാവുക? ഇനി എപ്പോഴാ ഇതുപോലൊരു പിടി എനിക്ക് തരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കഴിക്ക. അല്ല മോളെ, എന്തിനാ കരയുന്നേ? ഒന്നുമില്ല അമ്മ. അമ്മ എഴുന്നേറ്റ് കൈ കഴുകിക്കോ. എന്നിട്ട് അമ്മയുടെ കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണം. എനിക്ക് കുറെ പറയാനുണ്ട്. ഏയ് വേണ്ട വേണ്ട, പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ഇനി മാപ്പ് ചോദിക്കാനോ ചെയ്ത കാര്യത്തിൽ സങ്കടപ്പെടാനോ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പഴയ പോലെ നാട്ടുകഥകളൊക്കെ പറഞ്ഞു കിടക്കാം, കേട്ടോ? കാരണവന്മാര് പറയുന്ന സത്യ. തെരഞ്ഞെടുത്ത കുടുംബത്തിലെ പ്രതാപമൊന്നും അല്ല നോക്കേണ്ടത്, അടിവേരുകളാ. കളരിക്കൽ കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്കത് തെറ്റി. ഇന്ന് ഈ നിമിഷം വരെ കളരിക്കൽ തറവാട്ടിൽ ഒരു സർപ്പശാപമുള്ള കാര്യം അവരാരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മളതറിഞ്ഞു. അതിന്റെ പേരിലാണ് ഗാഥയ്ക്ക് പകരം കൃഷ്ണയെ താലി കെട്ടണമെന്ന് പറഞ്ഞ് കതിർ മണ്ഡപത്തിലേക്ക് അയച്ചത്. അന്നത്തോടെ ശാപം അങ്ങ് തീരുവെന്നല്ലേ കരുതിയത്. ഇപ്പതാ 41 ദിവസത്തെ കഠിനമായ വ്രതവും പൂജയും.
ഇനി എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാം? മാം, ഒരുപക്ഷെ അവരീ പറയുന്ന 41 ദിവസത്തെ വ്രതവും പൂജയും കൊണ്ട് എല്ലാ പ്രശ്നവും അവസാനിക്കുമെങ്കിലോ? സിനി, കാറും കോളും ഒക്കെ അടങ്ങുന്നവരെ കാത്തിരിക്കാനായിട്ട് ഇത് കടലിൽ വഞ്ചിയേർക്കുന്ന ഏർപ്പാടല്ല. എന്റെ മോളുടെ ജീവിതമാ. ഒരർത്ഥത്തിൽ പറഞ്ഞ എന്റെ മോളുടെ ജീവിതം വെച്ചല്ലേ അവര് പന്താടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അറിഞ്ഞപ്പോ പിന്മാറാൻ മാം തീരുമാനിച്ചല്ലേ? ഗാഥ മാഡം വിട്ടുവീഴ്ചയില്ലാതെ വാശി പിടിച്ചതുകൊണ്ടല്ലേ? അതെ, ഞാനൊരു ദിവസം മകളെ തോൽപ്പിക്കുന്ന ഒരു അമ്മയാവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നെങ്കിലേ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നേരെ ചൊവ്വൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി സിനി. കമ്പനി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. ഇത്രയും അസ്വസ്ഥതയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കടന്നുപോയിട്ടില്ല. മമ്മി, ഐ ആം റിയലി സോറി. മമ്മി സർപ്പശാപത്തിന്റെ കഥകൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മമ്മിയെ കളിയാക്കിയിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് അതൊക്കെ ഒരു വിശ്വാസമാണോ എന്ന് വരെ ചോദിച്ചു. പക്ഷെ ഇന്ന് എനിക്കത് ബോധ്യായി. സർപ്പശാപമുണ്ട്. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി മമ്മി. ഞാൻ എന്നേക്കുമായി അവസാനിക്കാൻ പോവാണെന്ന് പോലും ഞാൻ പേടിച്ചു. മമ്മി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? 41 ദിവസം ഇവര് വിധിക്കുന്ന കഠിനമായ വ്രതങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. മാത്രല്ല, ശാപം ഒഴിഞ്ഞു പോണെങ്കില് നവീൻ താലി കെട്ടിയ പെൺകുട്ടിയല്ലേ അത് ചെയ്യേണ്ടത്. അതാ കൃഷ്ണയല്ലേ. അങ്ങനെയെങ്കില് ഇനിയുള്ള 41 ദിവസം കളരിക്കൽ എനിക്ക് പകരം കൃഷ്ണ തന്നെ പോയി ചെന്ന് നിൽക്കട്ടെ. വ്രതവും പൂജയൊക്കെ അവള് പൂർത്തിയാക്കട്ടെ. അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിയുമ്പോ ഞാൻ നവീന്റെ ഭാര്യയായ മതിയല്ലോ. അവിടെ ചെന്ന് നിന്നാ മതിയല്ലോ. മാം, ഗാഥ മാഡം പറയുന്നതിലും കാര്യമുണ്ട്. പൂജാരി കൽപ്പിക്കുന്ന വ്രതങ്ങൾ എത്ര കഠിനമാണെങ്കിലും കൃഷ്ണ അത് പൂർത്തിയാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാം. 41 ദിവസം നവീൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതുകൊണ്ട് നവീനെ കുറിച്ചോ കൃഷ്ണയെ കുറിച്ചോ എനിക്ക് പേടിയൊന്നും തോന്നേണ്ട കാര്യമില്ല. മമ്മി ഇത്രയൊക്കെ സഹിച്ചില്ലേ? നവീൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മരിക്കേണ്ട മമ്മി. എനിക്ക് മമ്മിയുടെ കൂടെ ജീവിക്കണം. നവീന്റെ ഭാര്യയാവണം. പ്ലീസ് മമ്മി. സിനി, ഏതായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയില്ലേ. ഇനിയുള്ള ചടങ്ങുകൾ കൂടി കൃഷ്ണ പൂർത്തിയാക്കട്ടെ.